ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അങ്ങനെ പുതിയൊരു റെസിപ്പി ആയിട്ടൊന്നല്ല കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ സ്റ്റ്യൂ ചിക്കനും മട്ടനും ബീഫും പിന്നെ വെജിറ്റബിളൊക്കെ വെച്ച് സാധാരണ ഉണ്ടാക്കാറുള്ളത് തന്നെയാണല്ലോ അല്ലേ. അപ്പൊ ഇന്ന് ഞാൻ എന്റേതായ രീതിയിൽ ചിക്കൻ വെച്ച് സ്റ്റ്യൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. വെള്ളപ്പം, ഗീ റൈസ് ഇതിലേക്കൊക്കെ നമ്മൾ സ്ഥിരം വെക്കുന്ന നോർമൽ ചിക്കൻ കറിയേക്കാൾ ഈ ചിക്കൻ സ്റ്റ്യൂ അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ കുറച്ച് മുന്നേ ഒരു എക്സ്ട്രാ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സെയിം മെത്തേഡിൽ ബീഫും മട്ടനൊക്കെ വെച്ച് സ്റ്റ്യൂ ഉണ്ടാക്കാം. അപ്പൊ നമുക്കിനി വേഗം റെസിപ്പി നോക്കാം അല്ലേ. അതിനു മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ ഇതുവരെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്നും ഒരുപാട് വെറൈറ്റി റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലെ നോട്ടിഫിക്കേഷനിലൂടെ മിസ്സാവാതെ കാണാനായി ബെല്ലൈക്കൺ കൂടെ മറക്കാതെ എനേബിൾ ചെയ്യാട്ടോ. നിങ്ങൾക്കിത് നാടൻ രുചിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാനിന്ന് ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. ഓയിൽ ചൂടായാൽ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 3 വീതം ഏലക്കായ, കരിയാമ്പൂ, പിന്നെ 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ഇത്രയും ചേർത്തൊന്ന് മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് 4 വലിയ സൈസിലുള്ള സബോള നൈസായി അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. സബോള നല്ലപോലെ വഴന്ന് സോഫ്റ്റ് ആയി വന്നാൽ നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇതും റോസ്മെല്ല് നന്നായി മാറുന്നത് വരെ നല്ലപോലെ മൂപ്പിക്കാം. 2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ സ്റ്റ്യൂ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വെളുത്തുള്ളിയൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം 25 അല്ലി വെളുത്തുള്ളിയും പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചതയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർക്കാം. സ്റ്റ്യൂ ആയതുകൊണ്ട് തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ആവശ്യമില്ല കേട്ടോ. എരിവിന് കുരുമുളക് പൊടി കൂടാതെ പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ രണ്ടിന്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പൊടികൾ നന്നായി മൂത്ത് വന്നാൽ ഇതിലേക്ക് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് കഴുകി നന്നായി വെള്ളം വാർത്ത ചിക്കൻ ചേർക്കാം. പിന്നെ 2 ഉരുളൻകിഴങ്ങും 1 ക്യാരറ്റും ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തതും പച്ചമുളക് നീളത്തിൽ നടുകീറിയതും ചേർക്കാം. ഒപ്പം തന്നെ 2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 2ാം പാലാണ് കേട്ടോ ചേർക്കേണ്ടത്. തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ ചിക്കനും ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഒരുമിച്ച് കുക്കറിലിട്ട് 2ാം പാൽ ഒഴിച്ച് വേവിച്ചാലും മതി. ബീഫും മട്ടനും വെച്ച് സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോഴും കുക്കറിലിട്ട് തന്നെ വേവിക്കുക. എന്നിട്ട് 3/4 ഭാഗത്തോളം വേവായാലും ഉരുളൻകിഴങ്ങും ക്യാരറ്റും ചേർത്താൽ മതി. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ചിക്കൻ വേവിക്കാം. എന്നും പറയുന്ന പോലെ തന്നെ 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ചിക്കൻ ഏകദേശം വേവായി വന്നാൽ പിന്നെ മൂടി തുറന്നു വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചത് ചേർക്കാം. പിന്നെ 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കുറച്ചുകൂടെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. തേങ്ങാപ്പാൽ എടുക്കേണ്ട ആ ഒരൊറ്റ പണി മാത്രമേ കൂടുതലായിട്ടുള്ളൂ. ബാക്കിയൊക്കെ വളരെ ഈസിയാണ്. നിങ്ങൾ ഇതുവരെ സ്റ്റ്യൂ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്നും ഒരേ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഒരു ചേഞ്ചിന് വേണ്ടി ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ച് കറിക്ക് അങ്ങനെ കളറൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ഫ്ലേവർ ആണ് ഇതിന്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പൊ ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റായി തന്നെ അറിയിക്കുക കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയുടെ കാണുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും.